ഇന്നലത്തെ എപ്പിസോഡ് ഒരു സംഭവബഹുലമായ ഒരു എപ്പിസോഡെന്നോ അല്ലെങ്കിൽ ഷാനവാസിന്റെ ഒരു എപ്പിസോഡെന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. അനീഷിനെയാണ് ആദ്യം തന്നെ ലാലേട്ടൻ പിടിക്കുന്നത്. പി ആറിനെ കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ 3 ദിവസം മുൻപാണ് ബിഗ് ബോസിൽ നിന്നും കോള് വന്നത് എന്നീ കാര്യങ്ങളൊക്കെ അനീഷൻ തട്ടിവിട്ടതെന്നുള്ളത് ലാലേട്ടൻ അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ലാലേട്ടൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനീഷിന്റെ പ്രിയ മിത്രമായ ഷാനവാസിന്റെ ആ ഒരു ആക്ഷനും സന്തോഷമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പോകുന്നവരെ ഇനി അനീഷിന്റെ ഈ ഒരു കാര്യം കോണ്ടന്റ് ആക്കി അനീഷിന്റെ പിറകെ നടന്ന് ചൊറിയാന്ന് വിചാരിച്ച് ചിരിച്ചിരുന്ന ഷാനവാസ് അറിയുന്നില്ല തനിക്ക് ഇതിലും വലുത് ഇനി അടുത്തത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അനീഷ് കുടുങ്ങി എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഇരുന്ന ഷാനവാസിനോട് ലാലേട്ടൻ പറയേണ്ടത് തനിക്കുള്ളതും കൂടി ആയിട്ട് ഞാൻ വരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ സീക്രട്ട് ടാസ്കിൽ നിന്നും തുടങ്ങി സീക്രട്ട് ടാസ്ക് തനിക്ക് അറിയില്ലെന്ന് പറയുന്നു. അവിടെയുള്ള ആർക്കും സീക്രട്ട് ടാസ്ക് അറിയില്ല. അവരെല്ലാവരും ആദ്യമായിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ വരുന്നതും സീക്രട്ട് ടാസ്ക് കളിക്കുന്നതും. പിന്നെ ആദിലെ നൂറയുടെ അടുത്ത്, പ്രത്യേകിച്ച് ആദിലയുടെ അടുത്ത് അക്ബറിനെതിരെ ഒരു ഹേറ്റ് ഉണ്ടാക്കിയതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഷാനവാസ് തന്നെയാണ്. കാരണം അതൊന്ന് പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ വരെ ഷാനവാസ് സമ്മതിക്കാറില്ല. ഷാനവാസിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്താലും അത് ചൂണ്ടിക്കാണിച്ചാൽ പുള്ളിക്കാരൻ അത് അംഗീകരിക്കുകയില്ല. ഇനിയിപ്പോൾ അത് ആര് തന്നെ ആയാലും പുള്ളിക്കാരൻ അങ്ങോട്ട് അംഗീകരിക്കില്ല എന്നുള്ളത് ഇന്നലത്തെ എപ്പിസോഡിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം ലാലേട്ടൻ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ തെളിവ് സഹിതവും അല്ലാതെയും ഓരോന്നും ഓരോരുത്തരും ചോദിച്ച് ഓരോ കാര്യങ്ങൾ ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത്രയും ക്ലാരിറ്റിയോടുകൂടി ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും പറഞ്ഞു കൊടുത്തിട്ട് വരെ പുള്ളിക്കാരൻ അതൊന്നും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. അതിന് പകരം താഴോട്ട് നോക്കി പല്ല് കടിച്ച് മുഖത്ത് തന്നെ കാണാം ദേഷ്യം എല്ലാം കൂടി കടിച്ചമർത്തി നിൽക്കുന്നത്. അങ്ങനെ എല്ലാ ക്രോസ് വിസ്താരങ്ങളും കഴിഞ്ഞ ശേഷം ഷാനവാസിനോട് ലാലേട്ടൻ പറയുന്നുണ്ട് തനിക്കൊരു 7ന്റെ പണി തരുന്നുണ്ടെന്ന്. അപ്പോൾ ഷാനവാസ് ഉത്തരം എന്തായിരുന്നു വെച്ചാൽ താങ്ക് യു എന്നാണ്. ഷാനവാസ് ഒന്നിട്ടും മനസ്സിലാക്കാനും പോണില്ല, ഒന്നിട്ടും മാറ്റാനും പോകുന്നില്ല, ഒന്നും തിരിച്ചറിയാനും പോണില്ല. കാരണം പുള്ളിക്കാരൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെയാണ്, തൻ്റെ തെറ്റുകളൊന്നും അംഗീകരിക്കില്ല, അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാം മറച്ചും തിരിച്ചും കഥകൾ കയറ്റിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് ശരിയാക്കി വരുത്തി തീർന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയിട്ടൊന്നും അംഗീകരിക്കാനും പോകുന്നില്ല. എന്ത് തന്നെയായാലും അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ ബിന്നിയാണ് എവിക്റ്റായി പോകുന്നതെന്നുള്ളത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് തന്നെ ഓൾറെഡി ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റാരെങ്കിലും എവിക്റ്റായി പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന് കാത്തിരുന്ന് തന്നെ കാണാം.